പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പാർസിൻ മൂന്നാമത്തെ വാക്കാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഞാൻ നിൻ്റെ രാജ്യം വിഭജിച്ച് മിദ്യാൻകാർക്ക് നൽകും. ഈ വീടൊക്കെ വിറ്റ് നാട് വിട്ടു പോകണമെന്നൊക്കെ പറഞ്ഞില്ലേ? അങ്ങനെ സിറ്റുവേഷൻസ് വരുമ്പോൾ വീട് വിൽക്കാൻ വേണ്ടി വന്ന് ഉടമ്പടിയില്ല ചെയ്യേണ്ടത്. വീട് വിൽക്കാനുണ്ടായ സാഹചര്യം നിൻ്റെ അപ്പനും അപ്പനും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ പാപങ്ങൾക്ക് വേണ്ടി നീ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മാപ്പ് ചോദിക്കണം. കാര്യം എന്താണ്? ദൈവത്തിൻ്റെ വിശുദ്ധമായ സമയമെടുത്തിട്ടാണ് അവൻ മ്ലേച്ഛമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു എന്ന് പറയുന്ന ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനമാണത്. ഒന്നാം പ്രമാണം ലംഘിച്ചാൽ എന്താ സംഭവിക്കാൻ പോണത്? മിദ്യാൻകാർക്ക് അന്യാധീനപ്പെട്ടു പോകും. ഒന്നാം പ്രമാണം ലംഘിച്ച ദൈവത്തിൻ്റെ സ്ഥാനം. അതുകൊണ്ടാണ് ഈ വിശ്വാസം തെറ്റിക്കൊണ്ട് പ്രണയിക്കുക പോലും ചെയ്യരുതെന്ന് പറയാൻ കാരണം. ആത്മാവിനെ പണയപ്പെടുത്തിക്കൊണ്ട് നീ പ്രണയിക്കാൻ പോയാലും നിൻ്റെ കമിതാവിനെ നിനക്ക് കിട്ടും. പക്ഷേ കർത്താവിൻ്റെ അനുഗ്രഹം നാട് വിട്ടു പോകും, അല്ലെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നീ വിട്ടു പോരേണ്ടി വരും. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഒരുമിച്ച് പാടുക. അപ്പോൾ എന്താ ഈശോ പറയണത്? ഏതെങ്കിലും കാരണവശാൽ ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം താമസിക്കുകയോ, നീ പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങൾ, പ്രാർത്ഥിച്ച വിഷയം നിനക്ക് ലഭിക്കാതെ പ്രാർത്ഥിക്കാതെ കിട്ടിക്കഴിയുമ്പോൾ നിനക്കതിൻ്റെ അർത്ഥം മനസ്സിലാകാതെ നീ ദൈവത്തെ അകന്നു പോവുകയും ചെയ്താൽ നീ ദൈവത്തെ അളക്കുകയാണ് ചെയ്യണത്. തെക്കേലാണ്. ദൈവത്തെ അളന്നാൽ നീ അളക്കുന്ന അതേ തോത് വെച്ചായിരിക്കും നിനക്കും അളന്ന് കിട്ടണത്. അപ്പം നമ്മുടെ മുമ്പിലുള്ള മാർഗം എന്താണ്? വെട്ട് കിട്ടിയതാണ്, ഞാൻ കുനിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ അളക്കാനും തൂക്കാനും അല്ല നിൽക്കേണ്ടത്. ഞാൻ എന്താ നിൽക്കേണ്ടത്? എന്നെ അനുഗ്രഹിക്കാൻ യാചിക്കണം. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. പത്രോസിന് ഇത് നേരത്തെ അറിയാമായിരുന്നു. പത്രോസ് അതാണ് പറയണത്, കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്തും, നിങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങൾക്ക് കീഴെ താഴ്മയോടെ നിൽക്കണം. തക്ക സമയത്ത് അവിടെ നിങ്ങളെ അനുഗ്രഹിക്കും. അപ്പോൾ വെട്ട് കിട്ടിയാലും കുനിഞ്ഞ് നിൽക്കണം, എളിമയോടെ നിൽക്കണം. ബൈബിളിൽ ഈ അനാവീം എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കുക എന്നുള്ള, കുനിയപ്പെട്ടവൻ, അത് വലിയ വാക്കാണ് ശരിക്കും. ദൈവത്തിൻ്റെ ദാസനെ ഉൾപ്പെടെ അനാവീം എന്നാണ് വിളിക്കുന്നത്, കുനിഞ്ഞവൻ എന്ന്. എങ്ങനെ കുനിഞ്ഞവൻ എന്നാ? കൂനി പിടിച്ചവനെന്നല്ല അർത്ഥം. കർത്താവ് പറഞ്ഞു, ഈ കുനിച്ചിലാണ് എൻ്റെ ഇടയ്ക്ക് നിന്ന് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു. ധ്വാനിക്കുന്നവനെ, ഭാരം വഹിക്കുന്നവനെ കുനിയാൻ പഠിക്കണേ, അങ്ങനെ പറഞ്ഞല്ലേ? അങ്ങനെ വാക്കുണ്ട് ബൈബിളിൽ. മത്തായി 11:28-29 അധ്വാനിക്കുന്നവനെ, ഭാരം വഹിക്കുന്നവനെ കുനിയാൻ പഠിക്കണേ. എന്താ വാക്കെന്താ? അധ്വാനിക്കുന്നവനും ഭാരം വഹിക്കുന്നവനും എൻ്റെ അടുക്കൽ വരിക. എൻ്റെ ഭാരം ലഘുവും എൻ്റെ മുഖം മധുരവുമാണ്. ഞാൻ ശാന്തശീലനും മീക്ക് ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. അപ്പം ശാന്തശീലൻ എന്നുള്ള വാക്കാണ് മീക്ക്, അതാണ് കുനിച്ചിലെ. എളിമപ്പെടുക എന്ന് പറയുന്ന സംഭവം തന്നെ. എളിമപ്പെടുന്നത് ബൈബിള് പല രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
ഞാൻ ശാന്തശീലനാണെന്ന് പറയണത് എന്നിൽ നിന്ന് പഠിക്കാൻ പറയുന്നതാണ്. ഈ ശാന്തശീലൻ ആർക്കുണ്ടാകുന്നതാണ്? കർത്താവിൻ്റെ ദാസന് ഉണ്ടാകുന്ന മൗലിക വികാരമാണ്. കർത്താവിൻ്റെ ദാസന് മൗലിക വികാരം എന്താണ്? അവൻ കർത്താവിൻ്റെ വചനത്തിന് സ്വയം സമർപ്പിതനാണ്. അഹങ്കാരിയല്ലവൻ. തന്നിൽ തന്നെ ആശ്രയിക്കുന്നവൻ്റെ പേരെന്താണ്? ബൈബിൾ അങ്ങനെ പറയത്തില്ലേ? തങ്ങൾ നീതിമാന്മാരാണെന്ന ധാരണയിൽ തന്നിൽ തന്നെ ആശ്രയിക്കുന്നവരെ, മറ്റുള്ളവരെ പുച്ഛിക്കുന്നവരെയും ഉദ്ദേശിച്ചുകൊണ്ട് കർത്താവ് ഒരു ഉപമ പറഞ്ഞു അല്ലേ? ഏതാണ് ആ കഥ? ലൂക്കായുടെ സുവിശേഷം 18:9 മുതലുള്ള തിരുവചനങ്ങൾ. ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും അല്ലേ? അവിടെ എന്താ സംഭവം? ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടത്? ഫരിസേയൻ്റെ പ്രാർത്ഥന എങ്ങനെയാണ് റിജക്റ്റ് ചെയ്തത്? അതെന്താണ്? തങ്ങൾ നീതിമാന്മാരാണെന്ന് ധരിച്ച് മറ്റുള്ളവരെ പുച്ഛിച്ചവരെ ഉദ്ദേശിച്ച് കർത്താവ് ഒരു കഥ പറഞ്ഞു. എന്താ പറഞ്ഞത്? എല്ലാം ലൂക്കായുടെ ഇൻട്രൊഡക്ഷൻസാ. എന്താ പറഞ്ഞത്? ഒരിക്കൽ ഒരു ഫരിസേയനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ പോയി. ഫരിസേയൻ മുത്തടം ബൈബിള് നിവർന്ന് നിന്നുകൊണ്ടെന്നുണ്ട്, ബാക്കി എല്ലായിടത്തും നിന്നുകൊണ്ടെന്നേ ഉള്ളൂ. പഴയ മുത്തടം ബൈബിള് നിവർന്ന് നിന്നുകൊണ്ടെന്നുണ്ട്, നെഞ്ചി വിരിച്ച് നിന്നുകൊണ്ട്. എന്താ അവൻ പറഞ്ഞത്? ദൈവമേ, ഞാൻ ആഴ്ച 2 പ്രാവശ്യം ഉപവസിക്കുന്നു, എല്ലാത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നുണ്ട്, നിൻ്റെ വചനമനുസരിച്ചാണ് ജീവിക്കുന്നത്. ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ല. ഇപ്പം ചുങ്കക്കാരൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കണത്? അവൻ ദൂരെ നിന്നുകൊണ്ട് മാറത്തടിച്ച് സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും ധൈര്യമില്ലാതെ, ദൈവമേ പാപിയായ എൻ്റെ മേൽ, അതിനാണ് കുനിഞ്ഞു നിൽക്കുക എന്ന് പറയണത്. എനിക്ക് നിൻ്റെ മുമ്പിൽ വരാൻ പാപം മാത്രമേ ഉള്ളൂ. എത്ര വിശുദ്ധനാണോ അത്രയും അവൻ പാപത്തെക്കുറിച്ച് ബോധമുള്ളവനായിരിക്കും, അവൻ കുനിഞ്ഞവനായിരിക്കും. കാര്യം അതാണ് കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ ദൈവത്തിൻ്റെ ആശ്രയത്തിനായി നമ്മളെ തന്നെ സമർപ്പിക്കേണ്ട എല്ലാ വിഷയങ്ങളും എളിവെട്ടിയവനെപ്പോലെ നിൽക്കണവൻ. ആര്? ചുങ്കക്കാരൻ എളിവെട്ടിയവനെ പോലെയാണ് നിൽക്കുന്നത്. ദൈവമേ പാപിയായ എൻ്റെ മേൽ കനിയണമേ എന്ന് കർത്താവ് പറയും. ഈ ചുങ്കക്കാരൻ ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി ഭവനത്തിലേക്ക് മടങ്ങി. ഏതെങ്കിലും തകർച്ച വരുമ്പോൾ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന ഓർക്കണം. ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന ഓർക്കുമ്പോൾ യാക്കോബിൻ്റെ എളിവെട്ടുകാരെ ഓർക്കണം. യാക്കോബിൻ്റെ എളിവെട്ടിയ കാര്യം ഓർക്കുമ്പോൾ രാത്രി മുഴുവനും പിടിച്ചിട്ട് ദൈവമാണ് വെട്ടിച്ചതെന്ന് ഓർക്കണം. അത് ഓർക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ നടപടിക്രമത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള തകർച്ചയാണെന്ന് ഓർക്കണം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 സ്തുതിക്കുന്നു 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 കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ പരിശുദ്ധപരമദിവ്യകാരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇടിവെട്ടിയാലും കുനിയേണ്ടി വന്നാലും മക്കളെ പതറരുത്. നിങ്ങളുടെ രോഗം തന്നെയാണെന്ന് വിചാരിച്ചു. നിങ്ങൾ വിചാരിച്ചു ഇപ്പോഴ് ഈ ഉടമ്പടി പ്രാർത്ഥന കഴിഞ്ഞ് പോകുമ്പോൾ അത് ശരിയായിരിക്കും. പക്ഷേ ദൈവത്തിന് വെട്ടിക്കണ ഒരു പരിപാടി കയ്യിൽ പണ്ട് മുതലേ ഉള്ളതാണ്. നിന്നെ എളിമപ്പെടുത്താൻ വേണ്ടി
ചിലപ്പോൾ ഡോക്ടർ പറയുമ്പോൾ ഇത് പഴയ പോലെ ഇരിക്കണില്ല എന്ന് പറയുമ്പോൾ നീ ഉടനെ അയ്യോ എന്നാത്തിന് കഷ്ടപ്പെട്ട് ആലപ്പുഴ വരെ പോയി കഷ്ടമായി പോയില്ല. അതാണ് പ്രശ്നം. അപ്പോൾ പരിസരനായിപ്പോയി. അപ്പം നീ ദൈവത്തെ അളന്നു. അത് എപ്പോഴും കർത്താവ് അതെൻ്റെ മക്കളെ വളരെ ആധ്യാത്മികമായ ജ്ഞാനമില്ലെങ്കിൽ ദൈവത്തിൻ്റെ കൂടെ ഇടപെടാൻ ഭയങ്കര പാടാണ്. നമ്മൾ പൊട്ടത്തരെല്ലാം കാണിച്ചു കൂട്ടും. അപ്പോഴേ നീ ഉടനെ പരിശുദ്ധാത്മാവ് നിനക്ക് വേണം. സഹായം പറയും. പരിശുദ്ധാത്മ പറയും മോളെ അതൊന്നും പ്രശ്നമൊന്നുമില്ല, എലി വെട്ടിയതാ, നീ കുനിഞ്ഞോ അനുഗ്രഹിച്ചിട്ടേ പോകാമെന്ന് പറഞ്ഞോ, കാര്യങ്ങൾ ശരിയായിക്കുള്ളൂ എന്ന് പറയും. അല്ല നീ മോന്തം കയറ്റി ഇരിക്കരുത്. അപ്പോൾ പരിചയനായി പോകും. ഈ എലി വെട്ടൽ എല്ലാ പരിപാടി. ഇപ്പം നീ നിൻ്റെ വീട് ലോണെല്ലാം പാസ്സായി ലോൺ തരാമെന്ന് നമ്മുടെ ബാങ്ക് മാനേജർ പറഞ്ഞു. പക്ഷേ ഇതും കൊണ്ട് നിൻ്റെ പ്ലാനും കൊണ്ട് കോർപ്പറേഷൻ ചെന്നപ്പോൾ സെക്രട്ടറി പറഞ്ഞു ഇത് പാസ്സാകില്ല, മരട് പൊളിക്കണ പോലെ പൊളിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ആണോ? അപ്പോൾ ഇപ്പോഴത്തെ നിയമങ്ങളൊന്നും അറിയാൻ പാടില്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് ആളെ വിരട്ടി വിട്ട്. അപ്പോൾ നമ്മളുടനെ വിയർത്ത് വിളിച്ച് ദൈവമേ ഇനി എവിടെ നിന്ന് കിട്ടി? ആപ്പടെ കഷ്ടപ്പെടുത്ത് സ്ഥലം മേടിച്ചതാ, സ്ഥലം ഇപ്പോൾ ഇങ്ങനെ വായിപ്പോയാ എന്ന് വിചാരിച്ചു. എലി വെട്ടിയതാ. അപ്പോൾ നീ എന്താ പറയണേ? നീ പറഞ്ഞേ കർത്താവേ എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ പോവത്തില്ല എന്ന് പറയണം. പക്ഷെ അങ്ങനെ പറയണമെങ്കിൽ എന്ത് വേണം? പരിശുദ്ധാത്മാവ് വേണം. വേറെ ആത്മാവാണെന്നുണ്ടെങ്കിൽ പണിയായിരിക്കും. അതാണ് പ്രശ്നം. കർത്താവ് പറഞ്ഞില്ലേ സഹായകനായ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തരും. കാര്യം സഹായമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അബദ്ധങ്ങൾ വരും. അബദ്ധങ്ങൾ വന്നാലുള്ള കുഴപ്പം എന്താണെന്ന് ഞാൻ എപ്പോഴും പറയണതാണ്. അബദ്ധം വരരുത്. വന്നു പോയാൽ ഈ സോറി പറഞ്ഞാൽ ദാറ്റ്സ് ഓക്കെ, പക്ഷേ പാട് പോകത്തില്ല. അതാണ് പ്രശ്നം. നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു സോറി പറഞ്ഞ് നീ ഓർക്കും സോറി പറഞ്ഞ് തടിതപ്പാവെന്ന് പറയാം. ആ തടിതപ്പാവും. പക്ഷെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിന് പിടുത്തം കൊടുത്തു കഴിഞ്ഞാൽ ദൈവത്തിനുള്ള വിശ്വാസം പോകും നമ്മളിലെ. ഇതുപോലെ എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ മറുകണ്ഠം ചാടുന്ന പാർട്ടിയാണെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ ആ കാനായിലെ കല്യാണത്തിൽ എല്ലാവരും ദൈവത്തെ വിശ്വസിച്ചെന്ന് പറഞ്ഞില്ലേ? അവിടെ എന്താ എഴുതിയിരിക്കുന്നത് 2:24 അവനാവട്ടെ അവരിൽ വിശ്വസിച്ചില്ല. കാരണം എന്താ? മനുഷ്യരുള്ളത് എന്താണെന്ന് അവന് അറിയാമായിരുന്നെന്ന്. അപ്പം മനുഷ്യരിൽ ഇങ്ങനെ ഒരു സംഭവമുള്ള കാരണം ദൈവം എപ്പോഴും മുൻവിധിയാലേ നിൽക്കത്തുള്ളൂ. നിനക്ക് ഓരോ അനുഗ്രഹവും അതാ സമയത്ത് തന്നില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ വായിരിക്കുന്നത് നിൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുമെന്നറിയാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആത്മീയ വളർച്ച ഉണ്ടാകത്തില്ല. അച്ഛൻ ആദ്യം എന്താ പറഞ്ഞത്? ദൈവിക പുണ്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ദൈവത്തിൽ വളരുന്നത്. വിശ്വാസം കൊണ്ട് വളരുന്നതിനേക്കാൾ അത് 20% വളരുന്നത്. 80% ഭൗതികമായ കാര്യങ്ങൾക്കാണ് വിശ്വാസം ഉപയോഗിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കണത് 50% കാര്യങ്ങൾ പ്രത്യാശ കൊണ്ട് വളരും. 50% നിത്യതയ്ക്ക് പ്രയോജനപ്പെടും. ദൈവസ്നേഹമാണെങ്കിൽ ഒരു 75% കാര്യങ്ങൾ ദൈവകൃപയാണ്, നിത്യതയുമായിട്ട് ബന്ധപ്പെട്ട് 20% അതിൻ്റെ അത് വരുന്നത്. സമർപ്പണമാണെങ്കിൽ സമ്പൂർണ്ണമാണ്. ദൈവിക പുണ്യങ്ങൾ ചില വിഷയങ്ങളെങ്കിലും നമ്മുടെ ആധ്യാത്മിക ആസ്തി എന്ന് പറയണത് സമർപ്പണത്തിൽ നിന്ന് വരണതാണ്. ഇപ്പോൾ 5 രോഗങ്ങൾ മാറി, മൂത്രത്തിൽ പഴുപ്പ് മാത്രം മാറിയില്ല. അപ്പോൾ മൂത്രം ഒഴിക്കുമ്പോൾ ഒരിക്കലും പോയിച്ചരും കർത്താവ് ഇത് എന്നെയും കൊണ്ട് പോകത്തുള്ളത് തോന്നണമെന്ന് പറയും. അപ്പോൾ 5 രോഗങ്ങൾ മാറി, നിൻ്റെ നെഞ്ചുവേദന മാറി, നിൻ്റെ തൈറോയ്ഡ് മാറി, പക്ഷേ മൂത്രത്തിൽ പഴുപ്പ് മാറിയില്ല. അപ്പോൾ നീ ഇപ്പോൾ ദൈവത്തെ അളക്കണത് എന്താണ്? 5 മാറാത്ത പോലെ ഇല്ലേ? അപ്പോൾ ഒരെണ്ണം സമർപ്പിക്കണം. കർത്താവ് ഇത് നീ എപ്പോഴാണ് മാറ്റുള്ളത് അപ്പം അറിയാൽ മതി, ഞാനിത് സമർപ്പിക്കണം എന്ന് പറയണം. കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ പറഞ്ഞ ഒരു രാത്രി മുഴുവൻ ഇപ്പം യാക്കോബിൻ്റെ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ വെളുക്കണ വരെ കർത്താവുമായിട്ട് പിടിച്ചെന്നുള്ളതാണ്. എൻ്റെ ആവശ്യമില്ലായിരുന്നു. രാത്രി 10 മണിയായപ്പോൾ തന്നെ പിടുത്തം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു എനിക്ക് മനസ്സിലായി നമ്മൾ തമ്മിൽ പിടിച്ചാൽ ഞാൻ ജയിക്കത്തില്ല, ഞാൻ പിന്നെ അതുകൊണ്ട് ഇപ്പം തന്നെ തോറ്റേക്കാന്ന് പറയും. സമർപ്പണമെന്ന് പറയുന്നത് ആദ്യമേ തോറ്റു കൊടുക്കുന്നതാണ്. ചില കാര്യങ്ങൾ നടക്കത്തില്ല എന്ന് ഏതെങ്കിലും ഒരു വിഷയം സമ്പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിക്കണം. അതാണ് നിൻ്റെ ആസ്തി എന്ന് പറയുന്നത്, നിൻ്റെ FD, നിൻ്റെ സ്ഥിര നിക്ഷേപം എന്ന് പറഞ്ഞാൽ അതാണ്. മറ്റെല്ലാം SBയിലാണ്, മറ്റെല്ലാം അത് കറണ്ട്, ആ വിശ്വാസമൊക്കെ കറണ്ട് അക്കൗണ്ടാണ്, പലിശ പോലും കിട്ടത്തില്ല. അപ്പോഴപ്പോഴുള്ള എടുത്തെടുത്ത് മാറണതെന്നല്ല ഒരു പണി നടക്കത്തില്ല. സ്ഥിര നിക്ഷേപത്തിലേക്ക് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സമർപ്പണമാണ്. അതിലൊരു കാര്യമെങ്കിലും കർത്താവെ അത് ഞാൻ കർത്താവിനെ ഏൽപ്പിക്കുന്നു, കർത്താവ് അനുവദിക്കണവരെ ഞാൻ എളി ഒളിക്കുവാനായിട്ട് നിൽക്കും സമർപ്പണത്തിന് വേണ്ടി നിൻ്റെ മുമ്പിൽ. എൻ്റെ മുമ്പിൽ എന്നെ കുറിച്ച് നിർത്തുന്നത് നിന്നെ അനുഗ്രഹിക്കാൻ, നിൻ്റെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി നിർത്തുന്നത് നീ നടത്തിയ സമർപ്പണമായിരിക്കും. ഉടമ്പടി മച്ചുറായി
അതിൻ്റെ മൂന്നാം വർഷത്തേക്ക് പ്രവേശിക്കുമ്പോഴേ കർത്താവ് പറയുന്ന വാക്കുകളാണിത്. ദിവ്യഗ്രേസ്, ഏതെങ്കിലും നിൻ്റെ ആധ്യാത്മികമായ ആസ്തി ഉറപ്പിക്കാൻ ഒരു വിഷയമെങ്കിലും നീ സമർപ്പിക്കണം. ഞാനിപ്പോൾ അത് ഏത് വിഷയമൊന്നും പറയത്തില്ല. ഇവിടെ വെള്ള പേപ്പറിലൂടെ പ്രവേശിക്കുക. ആ വെള്ള പേപ്പറുകാർ കൗൺസിൽ ചെയ്യാൻ വരുമ്പോൾ ഞാനും അവരും കർത്താവായിട്ടിരിക്കും. കർത്താവ് ഇതിൽ ഏതാണ് സമർപ്പണത്തിൻ്റെ എന്ന് പറഞ്ഞു കൊടുക്കാൻ പറയും. പക്ഷേ ആ സമയത്ത് കർത്താവ് പറഞ്ഞ സമർപ്പണം സ്വീകരിക്കാൻ ആ വ്യക്തി തയ്യാറായിരിക്കും. ആ വ്യക്തി അപ്പോൾ സാധാരണ വിശുദ്ധന്മാരെക്കാൾ ഉയർന്നിരിക്കേണ്ടതാണ്. ഉടമ്പടി ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ അനുഷ്ഠിക്കണമെങ്കിൽ. കാര്യം ഉടമ്പടി ഒരു മരിയൻ ജീവിതക്രമമാണ്. അത് നമ്മൾ വിശുദ്ധരാക്കിയേ പിന്തിരിയത്തുള്ളൂ. ആകാശത്തുനിന്ന് വീഴുന്ന മഞ്ഞും മഴയും ഫലം പ്രകടിപ്പിക്കാതെ തിരിച്ചു പോകാത്ത പോലെയാണ് ഉടമ്പടി. അത് നിന്നെ ജീവിതത്തിൻ്റെ ആദ്യം വരെ നിലനിർത്തുകയും ദൈവം നിൻ്റെ വിശുദ്ധമായ രക്തത്താൽ എന്താണ് ഉദ്ദേശിച്ചത് അത് നിറവേറ്റി നിൻ്റെ നിത്യസൗഭാഗ്യത്തിന് അർഹരാക്കുകയും ചെയ്യും. ഇഹത്തിലെ കാര്യങ്ങളൊക്കെ പരിഹരിച്ചതിന് ശേഷം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സന്തോഷത്തോടെ എഴുന്നേൽക്കുക. വേദനയുള്ള ഇടങ്ങളിൽ കൈകൾ വെച്ച് കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് സൗഖ്യം നേടുന്ന സമയമാണ്. ഇന്നുകൊണ്ട് ഇന്നത്തെ ഈ മാസത്തെ ഉടമ്പടി പ്രാർത്ഥന ധ്യാനം സമാപിക്കുകയാണ്. നാളെ ഉടമ്പടി ധ്യാനമില്ല, 5-ാം ചൊവ്വാഴ്ചയാണ്. നമുക്ക് 1, 2, 3, 4 തിങ്കളാഴ്ച, 1, 2, 3, 4 ചൊവ്വാഴ്ച, പിന്നെ സെക്കൻഡ് സാറ്റർഡേ. അങ്ങനെ 9 ഉടമ്പടി ധ്യാനമുള്ളത്. പക്ഷെ നാളെ ഉടമ്പടി ചെയ്യാത്തവർക്ക് വേണ്ടിയുള്ള ഉടമ്പടി പ്രാർത്ഥനയുണ്ടാകും. ആദ്യമായിട്ട് ഉടമ്പടി ചെയ്യാനുള്ളവർക്കും ഉടമ്പടി പുതുക്കാനുള്ളവർക്കും നാളെ സൗകര്യമുണ്ടാകും. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉയർത്തി സ്തുതിച്ചേ യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം മഹത്വം. കർത്താവേ സ്തുതിക്കുന്നു കർത്താവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉദരരോഗമുള്ളവർ ഉദരത്തിൽ കൈവെക്കുക. കർത്താവിന് കൈവെക്കുമ്പോൾ തന്നെ പറയണം, കർത്താവേ പരിശുദ്ധയുടെ മധ്യസ്ഥത്തിലെ ഈ രോഗം മാറാൻ വേണ്ടി ഈശോനാമത്തിൽ ഞാൻ ഈ രോഗസ്ഥലത്ത് കൈവെക്കുന്നു എന്ന് പറയണം. ഉദരരോഗമുള്ളവരെ ഉദരസ്ഥലത്ത് കൈവെക്കുക. മക്കളില്ലാത്തവർക്ക് അടിവയറ്റിൽ കൈവെക്കാം. മക്കളില്ലാത്തവരെ അടിവയറ്റിൽ കൈവെക്കുക. നടുവേദനക്കാരും കിഡ്നി വേദനക്കാരും നടുവിൽ കൈവെക്കുക. നടുവേദനക്കാരും കിഡ്നി വേദനക്കാരും നടുവിൽ കൈവെക്കുക. തൈറോയ്ഡുകാർ, ടോൺസിലൈറ്റുകാർ, അതുപോലെ തന്നെ സ്പണ്ടിലോസ് ഉള്ളവർ കഴുത്തിൽ കൈവെക്കുക. ഡിസ്ലൊക്കേറ്റ് ചെയ്തവരൊക്കെ ഉണ്ടായത് ഇന്ന് സാക്ഷ്യം പറഞ്ഞില്ലേ. ഇപ്പോൾ അവർക്ക് കോളർ ഉപയോഗിക്കേണ്ട കാര്യമില്ല. വർഷങ്ങളോളം വെച്ചിടന്ന സെർവിക്കൽ കോളറാണ് എടുത്തു മാറ്റപ്പെട്ടത്. കണ്ണ്, മൂക്ക്, ചെവി, നാക്ക് എല്ലാം നെറ്റിക്ക് കൈവച്ചാൽ മതി. രോഗമുള്ളവർ, അവിടെ എല്ലാം രോഗമുള്ളവർ നെറ്റിക്ക് കൈവെക്കുക. വാതരോഗികൾ, അലർജി രോഗികൾ, സർവാംഗം ചൊറിച്ചിലുള്ള അലർജി രോഗങ്ങളെ ഇന്ന് സാക്ഷ്യം പറഞ്ഞില്ലേ. അലർജി രോഗികൾ, സ്കിൻ ഡിസീസ് ഉള്ളവർ, ത്വക്ക് രോഗികൾ,
വാതരോഗികളെ സ്വസ്തിക്കായിട്ട് കൈവെക്കുക. കൈ നെഞ്ചത്ത് കൂട്ടിപ്പിണച്ച് വെക്കുന്നതിനാണ് സ്വസ്തിക്കെന്ന് പറയുന്നത്. സ്വസ്തിക്കായിട്ട് കൈവെക്കുക. ശരീരമാസകരമുള്ള രോഗത്തിനാണ് സ്വസ്തിക്കായിട്ട് കൈവെക്കുന്നത്. ആന്തരിക അവയവങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ അതിൽ പ്രാർത്ഥിക്കുക. അതിശക്തമായി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ, 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 സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈശോ എല്ലാ രോഗങ്ങൾ, ആന്തരിക രോഗങ്ങൾ, ദുഃഖമില്ലാത്തവര്, പ്രഷർ രോഗികള്, കർത്താവേ പ്രഷർ രോഗികളെ സ്പർശിച്ചു. കർത്താവേ പ്രഷർ രോഗികളെ സ്പർശിച്ചു. കർത്താവേ പ്രഷർ രോഗികളെ സ്പർശിച്ചു. കർത്താവേ പ്രഷർ രോഗികളെ സ്പർശിച്ചു. കർത്താവേ പ്രഷർ രോഗികളെ സ്പർശിക്കണം. ഷുഗർ രോഗികളെ സ്പർശിക്കണം. കർത്താവേ കിഡ്നി രോഗികളെ വിശുദ്ധ രക്തത്താൽ സ്പർശിക്കണം. ശ്രുതികട ഹല്ലേലൂയ. കർത്താവേ ത്വക്ക് രോഗികളെ സ്പർശിക്കണം. മുടിക്കൊഴിച്ചുള്ളവരെ, മുടികൊഴിച്ചുള്ളവരെ സ്പർശിച്ചു. എപ്പിലെപ്സി രോഗികളാണ്, അപസ്മാര രോഗികളാണ്, കരള് രോഗികളാണ് സ്പർശിക്കണമേ കർത്താവേ. പ്രാർത്ഥികർത്താവായ ദൈവമേ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ ദിവ്യകൃപാനയിലെ എഴുന്നള്ളിരിക്കുന്ന ഈശോയുടെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആന്തരിക അവയവങ്ങളെ അങ്ങ് സ്പർശിക്കണമേ കർത്താവേ. പഞ്ച ഇന്ദ്രിയങ്ങളെ അങ്ങ് സ്പർശിക്കണമേ യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിലെ വാതരോഗങ്ങള്, അലർജി രോഗങ്ങള്, ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങള്, അസ്ഥിരോഗങ്ങള്, ത്വക്ക് രോഗങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോണം. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ പൊതു കാര്യങ്ങൾക്ക് വേണ്ടി, രോഗമല്ലാത്ത ഇതര വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇപ്പോഴ് വായിലും ചെവിയും കാണിക്കുന്നുണ്ട് ഈശോ. ശ്രദ്ധിക്കുക. നമ്മൾ 3 സന്ദേശങ്ങളാണ് ഈ പ്രാർത്ഥനയ്ക്ക് തെളിഞ്ഞു വന്നത്. ഒന്ന് ഗർഭാശയം, അതായത് മക്കളില്ലാത്തവർ. ഈ പ്രാർത്ഥന കൊണ്ട് തന്നെ ഈ 2 ആഴ്ചക്കുള്ളിൽ അവർക്ക് ഉദരഫലം നൽകി ഈശോ അനുഗ്രഹിക്കാം. ഇത് കൂടാതെ വന്ന സന്ദേശം, അതായത് ഈ വാ പൊളിക്കുമ്പോൾ ഉള്ളിലേക്ക് കാണുന്ന തൊണ്ടയില്ല, തൊണ്ടയും തൊണ്ട നാളിയാണ് ഉള്ളിലേക്കുള്ള എന്താ രോഗമെന്ന് അച്ഛനെ അറിയത്തില്ല. അത് ഈശോ പറഞ്ഞില്ല, മനുഷ്യ തോന്നിച്ചില്ല. മറിച്ച് ഈ ഇത്രയും ഭാഗം ഉള്ളിലേക്കുള്ള അത്രയും ഭാഗം കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. അതിപ്പോൾ അത് ക്യാൻസറാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളാകാം. അതായത് വാ മുതൽ അണ്ണാക്ക് വരെ, അന്നനാളം വരെയുള്ള രോഗങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. അത് കഴിഞ്ഞപ്പോൾ കണ്ട ദർശനം
ചെവിയാണ്. 2 ചെവി ഇടതും വലതും കണ്ടു. ഇടത് ചെവിയുടെയും വലതിൻ്റെയും 2 കാര്യങ്ങളിലൂടെ സംഭവിക്കുക. 1, ചെവിയുടെ ഇൻഫെക്ഷൻസ് മാറും. 2, ചെവിയുടെ പഴുപ്പ് മാറും. അതുപോലെ തന്നെ ചെവി കേൾക്കപ്പെടാത്തവരാണെങ്കിലും ഭാഗികമായ കേൾവിക്കുറവാണെങ്കിലും പൂർണ്ണമായി ഈശോ ആ വ്യക്തികളെ സുഖപ്പെടുത്തുന്ന സുഖലിയ. ഇവരെല്ലാം ക്രിസ്മസിന് മുമ്പ് സാക്ഷ്യം പറഞ്ഞിരിക്കണം. പറയാൻ പറ്റും നിങ്ങൾക്ക് ഉറപ്പായിട്ടും. ഇന്നത്തെ ഡേറ്റിലിട്ട് പറയണം. കർത്താവ് ദർശനം കാണിച്ച ഡേറ്റ്, ഇന്നത്തെ ഡേറ്റ് എന്ന് പറയണത് 28 ഒക്ടോബർ 28 ഡേറ്റ്. ടൈം ഇട്ട് പറയണം. 2:30 മണിയായി സാക്ഷ്യം പറയുമ്പോൾ. നമ്മൾ ഡിസംബർ വാരത്തിലാണ് ഈ സാക്ഷ്യം വരേണ്ടത് പൂർണ്ണമായിട്ടും. ഇന്നത്തെ സാക്ഷ്യം കറക്റ്റ് വെരിഫൈഡ് ആകണം. ഡിസംബർ മാസത്തിൽ പറയാൻ പറ്റുമെന്നുള്ളതാണ് മെസ്സേജിൻ്റെ പോക്ക്. നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു സംഭവം നടന്നായിരുന്നു. അതായത് 2 കണ്ണുകളും ഇങ്ങനെ കണ്ണിൻ്റെ മേൽപ്പോള വീർത്ത് കെട്ടി പൊട്ടി നീരായി അതിങ്ങനെ ഒരുതരം വടുക്കളായിരിക്കണം. കൺകുരുവല്ല, കണ്ണിന് മൊത്തത്തിലുള്ള ഒരു അസുഖമാണ് 2 കണ്ണുകളെ. ആ കണ്ണുകളെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. സ്തുതിഹല്ലേലൂയ. ശ്രദ്ധിക്കുക, നമ്മുടെ ശരീരത്തിൻ്റെ അരക്കെട്ട്, ആ അസ്ഥിപ്രദേശം, അതിൻ്റെ അസ്ഥികൂടം. ഈ അസ്ഥികൂടത്തിൻ്റെ അതെന്താണ് രോഗമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിലാണ് എൻ്റെ രോഗങ്ങൾ. അതിൻ്റെ ബലം കുറഞ്ഞിരിക്കുന്നു, ചിലപ്പോൾ ദ്രവിപ്പാകാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ബലക്ഷയങ്ങൾ ഡിസ്ലൊക്കേഷനാണ്, ചിലപ്പോൾ ഞരമ്പകത്ത് കയറി പിടഞ്ഞിട്ട് ഞരമ്പിൻ്റെ മരവിപ്പാകാം. ആ വ്യക്തികളെ സ്പർശിച്ചുകൊണ്ട് കർത്താവ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അൾത്താരയിൽ നിന്ന് ദർശനം വരുമ്പോൾ നിങ്ങൾ മാത്രം ശ്രദ്ധിക്കാനല്ല, ഈ ശുശ്രൂഷ ആരെല്ലാം ലൈവായി എവിടെയെല്ലാം ഇരുന്ന് കൂടുന്നുണ്ടോ അവരോടെല്ലാമാണ് ഇപ്പോൾ ഈ പ്രാർത്ഥനകളും വചനങ്ങളും ദർശനങ്ങളും കർത്താവ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരും അത് അനുഭവപ്പെട്ടവരെ കുറിച്ച് വെച്ചിട്ട് നാട്ടിൽ വരുന്ന സമയത്ത് വന്ന് സാക്ഷ്യം പറയേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ജോലി കാര്യം. നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടി എന്ന് പറയണത് അവർക്ക് വീഞ്ഞില്ല എന്ന് നമുക്ക് വേണ്ടി അമ്മ പറയണ പ്രാർത്ഥനയ്ക്കുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഉത്തരമാണ്. പറഞ്ഞ മനസ്സിലായ? അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ ഈശോയോട് പറയുന്ന വാക്കുകൾക്ക് സമയം ആയില്ല എന്ന് ഈശോ പറയുമ്പോൾ അതിന് മറുപടി പറയണത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. അമ്മയുടെ പരിശുദ്ധാത്മാവിൻ്റെ വാക്കാണ് അവൻ പറയണ പോലെ ചെയ്യുക എന്നുള്ള ദൈവിക നടപടി. അപ്പോൾ ഇല്ലായ്മയ്ക്കെല്ലാം പരിശുദ്ധാത്മാവ് മറുപടി പറയുന്ന, അതിനെ അമ്മയെ മധ്യസ്ഥയാക്കിക്കൊണ്ട് മറുപടി പറയുന്ന സ്വർഗത്തിൻ്റെ പ്രാർത്ഥനയാണ് ഉടമ്പടി. അതുകൊണ്ട് തന്നെ നിൻ്റെ എല്ലാ ഇല്ലായ്മയും നിനക്കിപ്പോൾ ഓർക്കാം. ഇതുപോലെ ഓർക്കാൻ പറ്റിയ സ്ഥലം ലോകത്തില്ല. കാര്യം സമയഘടികാരവുമായി അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവ്യാരാധന എഴുന്നള്ളിച്ച് വച്ചിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്തെയാണ് ആരാധന നടക്കുന്ന സമയത്താണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. സഭയത് പഠിക്കണമേ എന്നുള്ളതാണ് നമ്മുടെ കാലത്തെയും ഉപവാസവും പ്രാർത്ഥനയും ജാഗ്രതയും ജാഗരണവും. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന ജോലിയില്ല, വീടില്ല, വിവാഹം ഒക്കണില്ല, കുഞ്ഞുങ്ങളില്ല, പരീക്ഷയിൽ കരകയറണില്ല, പഠിക്കാൻ പറ്റണില്ല, സമാധാനമില്ല, കേസാണ്, വഴിയില്ല, ഇങ്ങനെ കുറേ ഇല്ലായ്മകളാണ്. സമാധാനം ഇല്ലാത്തതിൻ്റെ കാരണങ്ങളെ അമ്മ ഇടപെടുന്ന സമയമാണ്. ഓരോ മനുഷ്യർക്കും ചിലപ്പോൾ പല പല വിഷയങ്ങൾക്കാർക്കും സമാധാനം ഇല്ലാത്തത്. ചിലപ്പോൾ ജീവിത പങ്കാളിയുടെ അവിശ്വസ്തത, മക്കളുടെ ദുർനടപ്പുകളും തോന്നിവാസ ബന്ധങ്ങൾ, വിശ്വാസമില്ലാത്ത, കുടുംബ പ്രാർത്ഥനയില്ലാത്ത, ദൈവിക കാര്യങ്ങൾ പറഞ്ഞാൽ ഫലിക്കാത്ത കുടുംബങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളെ കുഷ്ഠരോഗികളെയും വാതരോഗികളെയും ശരീരത്തിൽ മാന്തിയാൽ കിള്ളിയാലും അറിയത്തില്ലല്ലോ. ആത്മീയത
പ്രാർത്ഥനയൊന്നും കുടുംബത്തിൽ അറിയുന്നില്ലെങ്കിൽ അറിയാത്ത ആൾക്കാർക്ക് ആധ്യാത്മിക വാദമോ കുഷ്ഠമോ ആണ്. അതുകൊണ്ടാണ് അറിയാത്തത്. അപ്പോൾ അവരുടെയൊക്കെ എല്ലാം കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയ കർത്താവ്, വാദരോഗികളെ സുഖപ്പെടുത്തിയ കർത്താവ്, വിശ്വാസമില്ലാത്തതിൻ്റെ കുടുംബത്തിലുള്ളവരെ സുഖപ്പെടുത്താൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വീണ്ടും നമ്മൾ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങൾ ഒരിക്കൽ കൂടി മാതാവ് വഴി പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതിൽ ജോലിയില്ലാത്തവരുണ്ടാവും, പരീക്ഷ പാസ്സാകാത്തവരുണ്ടാവും, വിവാഹം ഒത്തുവരാത്തവരുണ്ടാവും, മക്കളില്ലാത്തവരുണ്ടാവും, വീടില്ലാത്തവരും, സാമ്പത്തികമായ വിഷമം അനുഭവിക്കുന്നവരും, സാമ്പത്തികമായ മാർഗങ്ങൾ അന്വേഷിച്ച് നടപടി ചെയ്തിട്ട് അത് വിജയിക്കാത്തവരും, ഇങ്ങനെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, സാമ്പത്തികമായി കടക്കാർ ഭീഷണിപ്പെടുത്തുന്നവർ, വിദേശ ജോലി നഷ്ടപ്പെട്ടവർ, ജോലിയില്ലാതെ വിസയില്ലാതെ വിദേശത്ത് ഒളിച്ച് താമസിക്കുന്നവർ, നാട്ടിലേക്ക് വരാൻ പറ്റുന്ന രേഖകളെല്ലാം നഷ്ടപ്പെട്ടവർ, ഇപ്പോൾ വീട്ടിൽ തന്നെയും രേഖകൾ നഷ്ടപ്പെട്ടവരുണ്ടായി, പൊന്ന് നഷ്ടപ്പെട്ടവർ, പണം നഷ്ടപ്പെട്ടവർ, സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടവർ, പ്രമാണം നഷ്ടപ്പെട്ടവർ, ഭാഗോടമ്പടി നടക്കാത്തവർ, അളവ് നടക്കാത്തവർ, ഇങ്ങനെ പലതരത്തിലെ കണ്ണുനീരാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നിറച്ച് വസ്തുക്കളെടുക്കുക സന്തോഷത്തോടെ. നിങ്ങൾ സന്തോഷത്തോടെയാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. നിങ്ങൾ സന്തോഷിക്കുമ്പോൾ ദൈവത്തിന് തോന്നും നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്ന്. പിന്നെ കാര്യങ്ങൾ എളുപ്പമാകും. നിങ്ങൾ മോന്തം കയറി നിൽക്കുമ്പോൾ ദൈവം തോന്നും ദൈവത്തെ നിങ്ങളെ വലിയ വിശ്വാസമൊന്നുമില്ല, ഒക്കട്ടെന്നാന്ന് തോന്നും. അല്ല, ദൈവതിരുസന്നിധിയിൽ ഉണ്ടാകേണ്ടത് എൻ്റെ കർത്താവ് എന്നെ സഹായിച്ചില്ലേ പിന്നെ ആരെ സഹായിക്കാനാണ്? എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ, അവനോട് ചേർത്ത് സമസ്തവും തരത്തില്ലേ, ജോലി, വീട്, വിവാഹം, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സഹോദരനായ പിതാവ് അറിയണമെന്ന് പറഞ്ഞവൻ അമ്മ ചോദിച്ചാൽ തരാതിരിക്കുക. അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിൽ സന്തോഷിക്കണം. നിറച്ച് വസ്തു എടുത്ത് പിടിക്കും മക്കളെ. വിശ്വാസ പ്രമാണം ചൊല്ലിക്കേ. Lord Jesus Christ, pour out your spirit, the Father, soak with the precious blood, and the cosmic Son of God, by God the Father, beautiful and that the devices of God begins to return, sweet as a dust and explorations and trophy. We bless you, bring her to the peace of the Father, and the 30th Catholic Church, the power of Jesus Christ with the merits of Christ. Bless us. Praise the Lord. സമാപന ആശീർവാദമായിട്ടുണ്ട്. 2-3 അറിയിപ്പ് അച്ഛൻ പറയുന്ന പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് അച്ഛൻ പറയണത്. ഒന്ന്, ഈ ഉടമ്പടി 90 ദിവസമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ചിലർ പറയത്തില്ല 1 കൊല്ലം ഉണ്ടെന്ന്. 1 കൊല്ലം ഇല്ല, 90 ദിവസമാകുമ്പോൾ ഉടമ്പടി കംപ്ലീറ്റ് ആവും. അതൊന്ന്. രണ്ടാമത്തത്, ഉടമ്പടി ഏതെങ്കിലും 3 മാസത്തെ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടമ്പടി പുതുക്കി കിട്ടും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും വന്ന് കണ്ണീരിട്ട് പറയുന്നുണ്ട്, അച്ഛാ അപ്പൻ്റെ മരണമായിരുന്നു, അപ്പനും കൊണ്ട് ആശുപത്രിയിൽ പോയിട്ട് 1.5 മാസം കഴിഞ്ഞ് അപ്പോൾ പ്രാർത്ഥന മുടങ്ങിപ്പോയി, അപ്പോൾ ഇന്ന് 1 തുടങ്ങണമെന്ന് പറയുന്നുണ്ട്. 1 തുടങ്ങേണ്ട കാര്യമില്ല. ദൈവത്തിന് 90 ദിവസമാണ് ഇതിൻ്റെ ടൈം എന്ന് പറയണത്. ആ 90 ദിവസം നിങ്ങൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ 3 പത്രത്തിൻ്റെ കാർഡുണ്ടാവും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇത് ഉടമ്പടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നാത്തുണ്ടെങ്കിൽ പറഞ്ഞ് വിട്ട് കാർഡ് മേടിച്ച് പുതുക്കാൻ വേണ്ടി വരാം. അങ്ങനെയുള്ള കള്ളികൾ ചെയ്യുന്നുണ്ട് പണികൾ. പക്ഷേ അത് നിങ്ങൾക്കുള്ള പ്രശ്നം ദൈവത്തെ പറ്റിക്കാതിരിക്കലാണ് എപ്പോഴും. കാര്യം ദൈവത്തെ നിങ്ങൾ ഇതിനെ പറ്റിക്കുകയാണെങ്കിൽ എല്ലാം ഉടായ്പാണെന്ന് മനസ്സിലാകും നിങ്ങൾക്ക്, നിങ്ങളുടെ കയ്യിലുള്ള. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നുണ്ട്. അവർ പ്രാർത്ഥനയ്ക്ക് വരത്തില്ല, എന്നിട്ട് യൂട്യൂബിൽ 2 പ്രാർത്ഥന കൂടാൻ പറഞ്ഞിട്ടുള്ളൂ, മാക്സിമം 3. ഇവിടെ 1 എണ്ണമാണ് കൂടേണ്ടത്. അത് മാക്സിമം, അതായത് കൃത്യമായിട്ട് കൂടേണ്ടത് എന്താണ്, 1 മാസം 1 പ്രാർത്ഥന കൃത്യമായിട്ട് ഇവിടെ കൂടണം.
2 പ്രാർത്ഥനയാണ് ഷാലോൺ ടി വിയിൽ അല്ലെങ്കിൽ ഗുഡ്നസ് ടി വിയിൽ നമ്മൾ കൂടുന്നത്. പിന്നെ ബാക്കി വരുന്ന 3 പ്രാർത്ഥനയാണ് നമ്മൾ യൂട്യൂബിൽ കൂടുന്നത്. ഇപ്പം എല്ലാ യൂട്യൂബിൽ കൂടുകയല്ല. ഒരു പ്രാർത്ഥന നിർബന്ധമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ ഇവിടെ വന്ന് ത്യാഗം സഹിച്ച് വേദനിച്ചിരുന്ന് തന്നെയാണ് നമ്മൾ പ്രാർത്ഥന കൂടുന്നത്. ഇതിനോളം ഫലം വേറെ ഒന്നിനും ഉണ്ടാകത്തില്ല. കാരണം കഷ്ടപ്പെട്ടില്ല നമ്മൾ കൂടുന്നത്. യൂട്യൂബിൽ കൂടുന്നത് എന്തിനാണ്? ആ എഡ്യൂക്കേഷന് വേണ്ടിയാണ്. ഉടമ്പടിയുടെ പുതിയ വചനങ്ങളെല്ലാം കേൾക്കാനും അപ്ഡേറ്റ് ചെയ്യാനും വേണ്ടിയാണ്. അല്ലാതെ ഇവിടെ വരുന്നതിനുള്ള പകരമായിട്ടുള്ള കാര്യങ്ങളല്ല. പിന്നെ നിങ്ങളങ്ങനെ കള്ളത്തരം കാണിച്ചാൽ ഇപ്പോൾ ഉടമ്പടി പുതുക്കണത് ആരാ? ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ കൗൺസിൽ ചെയ്ത് മെസ്സേജ് സന്ദേശം എടുക്കാൻ വേണ്ടിയാണ് ഉടമ്പടി ആൾക്കാർ പുതുക്കണത്. അപ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ വെള്ള ഫോറത്തിലൂടെ കയറുകയാണ് ചിലർ. എന്നുവെച്ചാൽ 1 കൊല്ലം ഉടമ്പടി കഴിയുമ്പോഴാണ് നീല ഫോം വാങ്ങണത്. നീല ഫോം പെട്ടെന്നാകത്തില്ല. 1 കൊല്ലം ഉടമ്പടി ചെയ്താൽ സാക്ഷ്യം പറഞ്ഞിരിക്കണം. സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ സാക്ഷ്യം പറയുന്നവരെ അങ്ങനെ നിൽക്കും. സാക്ഷ്യം പറഞ്ഞാൽ മാത്രമേ നീല ഫോമിലേക്ക് വരത്തുള്ളൂ. കാര്യം ഈ 1 കൊല്ലം ഉടമ്പടി ചെയ്തിട്ട് സാക്ഷ്യമില്ലാത്ത ആൾ അച്ഛന് അത് ശരിയല്ല. അപ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിക്കണം. എവിടെയോ ഇവർ ഉഴപ്പിയിട്ടുണ്ട്. 1 കൊല്ലം ഉടമ്പടി ചെയ്തിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി ചെയ്യാമെന്ന് മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ അനുഭവം തുടങ്ങുന്നതാണ് പ്രാർത്ഥന. അപ്പോൾ എവിടെയോ ഇവർ ഉഴപ്പിയിട്ടുണ്ട്. ഉഴപ്പാതിരിക്കാൻ പ്രത്യേകം സാധിക്കണം. കാരണം വേറെ ഉടമ്പടി ഉഴപ്പാൻ പറ്റത്തില്ല നമുക്ക്. പിന്നെ എക്സെപ്ഷണൽ കേസ് ഇതുപോലെ മരണവും ആശുപത്രി കേസൊക്കെ വന്ന് നമ്മൾ എന്ത് ചെയ്യും? പക്ഷേ എന്നാലും 9 പ്രാർത്ഥന ഉണ്ടെന്ന് ഓർക്കണം. ഈ അനുഗ്രഹം കൂടുതൽ ഇവിടെ പറയണ ആരാണെന്ന് അറിയാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരാ? കൂടുതൽ ദൂരമുള്ളവരും കഷ്ടപ്പെടുന്നവരുമാണ് വലിയ സാക്ഷ്യങ്ങൾ എല്ലാവർക്കും ഉണ്ട്. സാക്ഷ്യം എല്ലാവർക്കും ഉണ്ട്. അകത്തുള്ളവർക്ക് അടുത്തുള്ളവർക്ക് എല്ലാം സാക്ഷ്യമുണ്ട്. പക്ഷേ പറയിപ്പിക്കാൻ അനുവാദം കൊടുക്കത്തില്ല. കാരണം എന്താണ്? അത് പറയണമെങ്കിൽ ഇതിങ്ങനെ ഇൻ്റർനാഷണൽ ലെവലിൽ കേൾക്കുകയല്ലേ. അപ്പോൾ കേൾക്കണം വിചാരിക്കുമോ ഇത്രയും ഇതിനാണ് കെട്ടിയെടുത്ത് ആലപ്പുഴ ഇതിനിവിടെ നടന്നാലും നമ്മൾ അവിടെ പോയി പ്രാർത്ഥിച്ചാലും കിട്ടുമെന്ന് പറയും. അങ്ങനെയുള്ള സാക്ഷ്യങ്ങളൊന്നും ഉടമ്പടി പറയും. അത് ഉടമ്പടി സാക്ഷ്യങ്ങളല്ല. ഉടമ്പടി സാക്ഷ്യങ്ങളെന്ന് പറയുമ്പോൾ ഉടമ്പടി ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. ആ സാക്ഷ്യങ്ങളാണ് ഇവിടെ പറയിപ്പിക്കാൻ അനുവദിക്കുന്നത്. അത്തരം സാക്ഷ്യങ്ങൾ പറയുമ്പോഴാണ് നിങ്ങളെ പച്ച പേപ്പർ മാറ്റിയിട്ട് 12 പ്രാർത്ഥന കൂടിയ ചീട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് നീല പേപ്പറിൽ തന്നെ. അപ്പോൾ സാക്ഷ്യം ഇപ്പം നിങ്ങൾ 12 തികഞ്ഞെന്നും പറഞ്ഞ് നിങ്ങൾ പുതുക്കാൻ വരരുത്. സാക്ഷ്യം പറഞ്ഞിട്ട് വേണം. അപ്പോൾ 12 തികഞ്ഞില്ല ഇനിയിപ്പോൾ അപ്പോൾ നീല പേപ്പർ കിട്ടുമായിരിക്കുമെന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല. കാര്യം അത് സാക്ഷ്യം പറഞ്ഞാന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ചോദിക്കും. സാക്ഷ്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പറയാൻ പറയും. സാക്ഷ്യം പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതി കിട്ടിയാലും മതി. എങ്ങനെ? സാക്ഷ്യത്തിൻ്റെ ഫോർമാറ്റിൽ എഴുതി കിട്ടണം, ഒപ്പിട്ട് കിട്ടണം, നിങ്ങളുടെ ഒപ്പിട്ട് കിട്ടണം. അല്ല വെള്ള പേപ്പർ എഴുതി കൊടുത്താൽ പോരാ. ചില ആൾക്കാർ മണ്ടത്തരം കാണിക്കുന്നുണ്ട്. അതായത് അക്രൈസ്തവർക്ക് ഉടമ്പടി ചെയ്യാൻ, കാര്യം വിശ്വാസ പ്രമാണത്തിൻ്റെ വിഷയങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഉടമ്പടി ചെയ്യാൻ ഇപ്പം അനുവദിച്ചിട്ടില്ല. പക്ഷേ അമ്മയെടുത്ത് വന്ന് അവർക്ക് ആവശ്യത്തിന് പ്രാർത്ഥിക്കാം. പിന്നെ അക്രൈസ്തവർ സഹോദരങ്ങൾക്ക് ചെയ്യാവുന്നൊരു പരിപാടി, ക്രൈസ്തവർ ഉടമ്പടി ചെയ്യുന്നില്ലേ നിങ്ങളുടെ സുഹൃത്തുക്കൾ, അവരുടെ ഉടമ്പടി നിങ്ങൾക്ക് അവർക്ക് വേണ്ടി ക്രൈസ്തവർക്ക് ഉടമ്പടി ചെയ്യാം. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങളുടെ കൂട്ടുകാരത്തി അവർക്ക് രോഗമാണ്, ക്യാൻസർ ആണെങ്കിൽ നിങ്ങൾക്ക് വന്നവർക്ക് വേണ്ടി ഉടമ്പടി അവരെയും കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ചിലരിവിടെ വന്നിട്ട് ഇല്ലാത്ത കാര്യമൊക്കെ പറഞ്ഞ് ഇഷ്യൂസ് ഉണ്ടാക്കി, മതം മാറ്റുകയെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ അക്രൈസ് ഉടമ്പടി സ്റ്റോപ്പ് ചെയ്തത്. കാര്യം ഇവിടെ വരുന്നത് മതം മാറാനൊന്നും അല്ല ആൾക്കാർ വരുന്നത്. എന്തിനാണ് വരുന്നത്? രോഗം, ക്യാൻസറിനൊക്കെ എന്നാ മതം അല്ലേ? ജോലിയില്ല, വീടില്ല, മദ്യപാനമാണ്, കുടുംബം തകരുകയാണെന്ന് പറഞ്ഞാൽ തകർച്ചയ്ക്ക് മതമുണ്ടോ? ജാതിയുണ്ടോ? ഇല്ല. അമ്മ സ്വീകരിക്കുന്നത് ആരെയാണ്? കണ്ണീരാണ്. കണ്ണീരിൽ നിങ്ങൾ മതവും ജാതിയും കാണുന്ന മനുഷ്യർ കടുപ്പക്കാരാണ് ശരിക്കും. പക്ഷെ ഞങ്ങൾ അതിൻ്റെ പേരിൽ ഒരു ഇഷ്യൂ ഉണ്ടാക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല. ഞങ്ങളുടെ രീതികളെന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ രീതി എന്താണ്? പ്രാർത്ഥിക്കുക ഇല്ലേ? കർത്താവിൻ്റെ തിരുസന്നിധി എല്ലാവർക്കും സന്ധിപ്പ് നൽകുക. അപ്പോൾ കണ്ണുനീരുള്ളവരെ, ഇപ്പോൾ അക്രൈസ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉടമ്പടി ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ അതിവിടെ നടക്കാത്തത് കൊണ്ട് ക്രൈസ്തവർക്ക് അവർക്ക് വേണ്ടി ഉടമ്പടി ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അവരെ കൊണ്ടുവരികയും അത് അവിടെ എഴുതി അപേക്ഷ എഴുതിയിടുകയൊക്കെ ചെയ്യാം. അതിന് കുഴപ്പമൊന്നുമില്ല. ഉടമ്പടി നടപടിക്രമങ്ങൾ ഭയങ്കര സൂക്ഷ്മമാണ്.
നിങ്ങൾക്കറിയാമല്ലോ, അതിനകത്തുള്ള എല്ലാം സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടതാണ്. അപ്പം അത് കറക്റ്റായിട്ട് ചെയ്യാൻ ദൈവകൃപ ഉള്ളവരാണ് ചെയ്യേണ്ടത്, ചെയ്ത് പൂർത്തിയാക്കുകയും ചെയ്യണം. അത് കാരണം ഇതിൻ്റെ ക്ലെയിമല്ലേ മക്കളെ. ഇത് നിങ്ങളീ പറയുന്ന ചില ആൾക്കാർ പറയത്തില്ലേ ഇത്രയും ഉടമ്പടി, ഇനി ഉടമ്പടി പറയാത്ത കുറേ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്ന എത്രയോ ആൾക്കാരാണ്. അതിനർത്ഥം എന്താണ്? ഉടമ്പടി എന്ന് വെച്ചാൽ ഈ 6 കാര്യങ്ങൾക്കുള്ളതല്ല, ചിലപ്പോൾ 60 കാര്യങ്ങൾ നടക്കും. നീ ആ ഉടമ്പടി ദൈവമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നിനക്ക് കർത്താവ് ചേർത്ത് നൽകുമെന്നല്ലേ പറയണത്. അങ്ങനെ ചേർത്ത് നൽകുമെന്ന് വചനമാണല്ലോ 6:33. അപ്പോൾ ചേർത്ത് നൽകപ്പെടുന്നത് എന്തുമാത്രമാണെന്ന് നമുക്കൊരു പിടിയില്ല. അപ്പം അതുകൊണ്ട് മക്കൾ ലാവിഷായിട്ട് ഭംഗിയായിട്ട് ഉടമ്പടി ചെയ്യുക, സന്തോഷമായിട്ട്. പിന്നെ സാക്ഷ്യം പറഞ്ഞാൽ നീരഫവും കിട്ടും. നീരഫവും കിട്ടിയുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഒരു ഇഷ്യൂ ഉണ്ടായ അച്ഛനെ പെട്ടെന്ന്, ഇപ്പോൾ ഒത്തിരി പേര് 1000കണക്കിനും 10,000കണക്കിനും ആൾക്കാർ ഉടമ്പടി ചെയ്ത് നിൽക്കണമല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ സീനിയോറിറ്റിയുമായി എനിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷഭേദം ഒന്നും ആരും കാണിക്കാൻ പറ്റത്തില്ല. എൻ്റെ വീട്, എൻ്റെ നാട്, എൻ്റെ ഇടവക, അങ്ങനെ ഒന്നും കൃപാസനത്തിൽ ഇല്ല. കൃപാസനത്തിൽ മനുഷ്യനും കണ്ണീരും അത്രേ ഉള്ളൂ, ദൈവവും. വേറെ ഒരു സംഭവം പരിഗണനയും കൃപാസനത്തിൽ ഇല്ല. മനുഷ്യൻ, ദൈവം, കണ്ണീര്, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നാട്, വീട്, അങ്ങനെ ഒരു സമൂഹം ഒരു സംഭവമില്ല. അത് ഈ ഉടമ്പടിക്ക് മുമ്പേ ഇല്ല. അപ്പം അതുകൊണ്ട് എൻ്റെ മക്കൾ ചെയ്യേണ്ടത്, പിന്നെ രോഗികൾ, അവർക്കെല്ലാ പ്രാർത്ഥനയ്ക്കും ഒരു ഉടമ്പടിയും ഇല്ലാതെ പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ. ക്യാൻസർ, കരൾ, കിഡ്നി, നടുവ്. അപ്പം അതിന് ഉടമ്പടി ഇല്ല ശരിക്കും. പക്ഷേ ഉടമ്പടി ചെയ്യണം, നല്ലതാണത്. പക്ഷേ അച്ഛൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി അവർ ഉടമ്പടി എടുക്കണമെന്നില്ല. അവരവിടെ ചീട്ട്, 8ാം നമ്പർ കൗണ്ടറിൽ ചീട്ട് കിട്ടും. ക്യാൻസർ ആണെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ചീട്ട് തരും, ഇവിടെ നിന്നാൽ മതി. അങ്ങനെ 16 ദിവസം അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട് രോഗികൾക്ക്. പിന്നെ ചില വഴക്ക് കേട്ട് പോകുന്നത് ചില ബുദ്ധിയുള്ളവരാണ്. ചില ആൾക്കാർക്ക് ഇത്തിരി ബുദ്ധി കൂടുതലുണ്ടാവില്ല. അവരെന്നാ ചെയ്യുന്നത്, ന്യൂട്രായിട്ട് നിന്നിട്ട് ആൾക്കാരെല്ലാം പോകുമ്പോൾ സന്ധ്യയാകുമ്പോൾ അപ്പനെയും വിളിച്ചുകൊണ്ട് വരും. അവർക്ക് പ്രാർത്ഥന കൂടരുത്, ഇവിടെ അവർ വന്ന കാര്യം നാട്ടുകാരറിയരുത്. അങ്ങനെ കുറേ പ്രശ്നങ്ങളുള്ള ഭയങ്കരമായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ ഈ ഫരിസേയന്മാരാണ്. അവരൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ പാഴ്സൽ ചെയ്യും. നല്ല സ്റ്റാമ്പ് എഴുതി ഞാൻ വെച്ചിട്ടുണ്ട്, ഒട്ടിച്ച് അപ്പം തന്നെ കൊറിയർ ചെയ്തു ആളാണ്. അങ്ങനെയൊന്നും ചെയ്യരുത്. എനിക്കാണെങ്കിൽ ആരോടും പ്രത്യേകിച്ച് ബന്ധമില്ല, എല്ലാവരോടും നല്ല ബന്ധമാണ്. അത് എൻ്റെ കൂടെ ഉള്ളവർക്ക് സ്റ്റാഫിനും അറിയാം. ഇവിടെ ആരോടും പ്രത്യേകിച്ച് ബന്ധമില്ല, പക്ഷേ എല്ലാവരോടും നല്ല ബന്ധവും. പക്ഷേ വിഷയം കേൾക്കുമ്പോൾ അച്ഛനറിയാം, കർത്താവിനോട് പറയും അത് എടുത്തോളാൻ പറയും. അങ്ങനെ എടുക്കുന്ന കുറേ കേസുണ്ട്. ചില ആൾക്കാർ പോണ വഴിക്ക് പറയത്തില്ല ചില കാര്യങ്ങൾ. പക്ഷേ നിങ്ങളുടെ വിശ്വാസ നിലവാരമാണ് പ്രശ്നം. ചിലപ്പോൾ ഞാൻ കേൾക്കണ പോലെ ഒന്നും കാര്യമില്ല, അമ്മ കേട്ടാൽ മതി കൂടെ നിൽക്കണം. പക്ഷേ ആ ബോധം നിങ്ങൾക്കുണ്ടായാൽ മതി. അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്താണ് നമ്മൾ നിൽക്കണത്, ഞാൻ അമ്മയോടാണ് പറയണത്, അച്ഛനോടൊന്നുമല്ല എന്ന് ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സംഭവത്തിൽ തീരുമാനം ഉണ്ടാകും. അപ്പം അതുകൊണ്ട് എൻ്റെ സൗകര്യം ചെയ്യേണ്ടത്, ഈ ഇപ്പോൾ നീലയോ അല്ലെങ്കിൽ ഇപ്പോൾ 3 പുതുക്കിയവരെ, നീല കഴിഞ്ഞാൽ പിന്നെ വിളിക്കണ ആരാണ്? 4 പുതുക്കിയവരെ വിളിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ 3 പുതുക്കിയവരെ വിളിക്കും, 3 കോളം പുതുക്കിയവരെ. അപ്പോൾ സീനിയോറിറ്റി അനുസരിച്ചാണ് ഈ അച്ഛൻ ആൾക്കാരെ കാണുന്നത്. അല്ലെങ്കിൽ ഹൈ എമർജൻസി കേസായിരിക്കണം. ഹൈ എമർജൻസി കേസാണെങ്കിൽ ഒരു പ്രാവശ്യങ്ങളും പുതുക്കി വെച്ചേക്കണം. അത് ഹൈ എമർജൻസി ആണെന്ന് പറഞ്ഞ് എപ്പോഴും നോക്കും. അതായത് ഉടമ്പടി കോളം ഫില്ലല്ലെന്ന് കണ്ടാൽ പിന്നെ നിങ്ങളോട് സംസാരിക്കേണ്ട ആവശ്യം എനിക്കില്ല. കാര്യം എന്താണ്? നിങ്ങൾ പ്രോസസ്സിലാണ്, ഉടമ്പടി ചെയ്ത പ്രോസസ്സിലാണ്. ഉടമ്പടിയിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. ഉടമ്പടി ഇരിക്കുന്ന ആൾക്കാരോട് സംസാരിക്കേണ്ട കാര്യമില്ല. ഉടമ്പടി 90 ദിവസം പുതുക്കി കഴിയുമ്പോഴാണ്, ഉടമ്പടി കഴിഞ്ഞാണ് പിന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയേണ്ടി വരണത്. അങ്ങനെ പറയേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും ആദ്യം 6 പ്രാവശ്യം പുതുക്കിയവർ, പിന്നെ 4 പ്രാവശ്യം പുതുക്കിയവർ, പിന്നെ 3 പ്രാവശ്യം പുതുക്കിയവർ കഴിഞ്ഞിട്ടാണ് ജനറലായിട്ട് വരണത്. അപ്പം അതുകൊണ്ടാണ് പുതുക്കേണ്ട ആവശ്യം വരുന്നത്. അപ്പോൾ ഇഷ്യൂ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പ്രാർത്ഥന കൊണ്ട് മതിയാവും, ചിലപ്പോൾ ഉപദേശം മതിയാവും. ചിലപ്പോൾ ആ ചെടുത്തിയെ കണ്ട് പറഞ്ഞത് കേട്ടില്ലേ, 1.5 കൊല്ലമായിട്ട് ഓസ്ട്രേലിയയിൽ നിൽക്കുകയാണ്, അവൻ തിരിച്ചു പോരാൻ പോകുകയാണ്. അപ്പോൾ അവിടെ പേപ്പർ ഓക്കെ ആയിരുന്നു. പേപ്പർ നോക്കിയിട്ട് എന്താ പറയണത്? അവൻ പോരണ്ട, ആ ജോലി കർത്താവ് കൊടുക്കും. കർത്താവ് കൊടുക്കുമെന്ന് പറയുന്നത് എന്താണ്? ഒന്നും ദർശനം കണ്ടിട്ട് പറയണതല്ല. കൃപാസനത്തിനൊരു ആസ്തിയുണ്ട്. എന്താണ് ഇപ്പോൾ നമ്മളിപ്പോൾ തെളിയിരിക്കുന്നത്? 20 ലക്ഷം ജപമാലയാണ് ചെല്ലിയിരിക്കുന്നത് അല്ലേ? കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ ചെല്ലിയത് 1 ലക്ഷം പേര് 20 ജപമാല വെച്ചല്ലേ ചെല്ലിയിരിക്കുന്നത്. 20 ലക്ഷം ജപമാലയെ ഇങ്ങനെ കോടിക്കണക്കിന് ജപമാലയുടെ ആസ്തിയുണ്ട്. ആസ്തി എന്ന് എടുത്തില്ല പറയണത്, നിൽക്കാൻ പറയാൻ പറയും.
അപ്പോഴെന്താ കാര്യം ഉദ്ദേശിക്കുന്നത്? ദൈവത്തെ ഓർത്ത്, ദൈവത്തെ നിർത്തിയാണ് അത് പറയണത്, അല്ല ദർശനം നിർത്തി പറയണത് അല്ലത്. അപ്പം അത് ഹോണർ ചെയ്യും. എന്താ കാര്യം? കൃപാസനത്തെ പ്രാർത്ഥിച്ച് ഉപവസിച്ച് അതുപോലെ തന്നെ സൽപ്രവൃത്തികൾ ചെയ്ത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത കോടിക്കണക്കിന് സുവിശേഷ സാക്ഷ്യത്തിൻ്റെ ഒരു ആസ്തിയുണ്ട്. നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു മഹാസമൂഹമുള്ളത് കൊണ്ട് ഭാരങ്ങളും ക്ലേശങ്ങളും നമുക്ക് നീക്കിക്കളയാം. അങ്ങനെ നീക്കിക്കളയാനാണത്. ഇപ്പം സാക്ഷി റാലിക്ക് വന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ നാമത്തിൽ നന്ദി പറയണം. അതിനുവേണ്ടി പ്രവർത്തിച്ച അനേക പേരുണ്ട്, അതെല്ലാം നന്ദി പറയണം. അടുത്ത കൊല്ലത്തെ റാലി 24-ാം തീയതിയാണ്, ഒക്ടോബർ. ഇപ്പം തന്നെ ബ്ലോക്ക് ചെയ്തേക്കണം. ഇവർക്കെല്ലാം മൊത്തം പ്രാർത്ഥിക്കണം. ഇത് മഹാവിശ്വാസ സാക്ഷ്യമാണ്. അതുതന്നെ ഇത് പൂർണ്ണമായിട്ട് എടുത്തതിൻ്റെ ഡിസൈൻ എല്ലാം മാറാൻ ഇപ്രാവശ്യം നമുക്ക് കുറേ ബുദ്ധിമുട്ടുണ്ട്. പിതാക്കന്മാർ വരെ സ്റ്റേജിലെത്താൻ വേണ്ടി 1 മണിക്കൂർ വൈകി. അപ്പം അങ്ങനെ നമുക്ക് പോകാൻ പറ്റത്തില്ല അടുത്ത കൊല്ലം. അപ്പം അതുകൊണ്ട് ഇന്ന് മുതൽ തന്നെ അടുത്ത റാലിക്കുള്ള ഇൻറ്റൻഷൻസ് വെച്ചേക്കണം. കാര്യം ഇത്ര ലക്ഷക്കണക്കിന് മനുഷ്യർ നടന്ന് ജപമാലയിൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇതൊരു വലിയ വിശ്വാസ മാതൃകയായിട്ട് ഉയരണം. പ്രൈസ് ദി ലോർഡ്. നേർച്ച ഉയർത്തിപ്പിടിച്ച് സമാപനാശംസ സ്വീകരിക്കുക. യൂട്യൂബും ഫേസ്ബുക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സന്ധ്യയ്ക്കുള്ളിൽ അത് ചെയ്യേണ്ടതാണ്. നേർച്ച വത്തുകൾ ഉയർത്തി സ്തുതിക്കട്ടെ. യേശുവേ 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 യേശുവേ. നേർച്ച വത്തുകൾ ഉയർത്തി സ്തുതിക്കട്ടെ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. യേശുവേ ഈശോയെ എന്ന് വിളിക്കട്ടെ. യേശുവേ യേശുവേ ഈശോയെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ